ഹായ് ഫ്രണ്ട്സ്, ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നമ്മുടെ ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗട്ടർ മാർജിൻ ഇൻ വേർഡ് മീൻസ്. ഗട്ടർ മാർജിൻ എന്ന് വെച്ചാൽ എന്താണ്? വേർഡിൽ മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് പേജ് വെൻ പ്രിൻറ്റിങ്. പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ബൈൻഡിങ് സൈഡായിട്ട് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർജിനാണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് പേജിൻ്റെ ബൈൻഡിങ് സൈഡിൽ ആഡ് ചെയ്യുന്ന മാർജിനെയാണ് പറയുന്നത് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, when the same word is used in multiple location on a word is used that was not quite appropriate, a thesaurus can be used to look up a dash or a word similar in meaning. സിമിലർ മീനിങ്ങിലുള്ള വേർഡ്സിനെ കണ്ടുപിടിക്കാൻ എന്ത് ടൂളാണ് ഉപയോഗിക്കുന്നത്? ഏതാണ് ഉപയോഗിക്കുന്നത്? സിനോണിം കണ്ടുപിടിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? തെഷറസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. തെഷറസ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സിനോണിം കണ്ടുപിടിക്കാൻ. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following setting option contains in borders and shading dialog box? Borders and shading dialog box എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് ഉണ്ട്. അതിൽ ഇല്ലാത്ത ഓപ്ഷൻ ഏതാണെന്നാണ്. ഇതിനകത്ത് ഇല്ലാത്തത് ഏത് ഓപ്ഷനാണ്? പാരഗ്രാഫ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അതിന് പകരം എന്തൊക്കെയാണ് ഉള്ളത്? നണ്ണുണ്ട്, ബോക്സ് ഉണ്ട്, ഷാഡോ ഉണ്ട്. നണ്ണ്, ബോക്സ്, ഷാഡോ എന്നിവ ഉള്ള ഓപ്ഷൻസ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ കീ F12 ഓപ്പൺസ് എ. F12 എന്തിനാണ്? സേവസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനാണ് F12 ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വി ഇൻസേർട്ട് എ ടേബിൾ വി ഗോട്ട് ദി ഫോളോയിങ് ടാബ്സ്. നമ്മൾ ടേബിളിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ടാബാണ് വരുന്നത്? 1, 2, അതായത് ഡിസൈൻ ടാബ് പിന്നെ ലേഔട്ട് ടാബ്. ഡിസൈൻ ടാബ്, ലേഔട്ട് ടാബ് എന്നിവ ടേബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നതാണ്, ടാബ്സ് ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ടാബ് സ്റ്റോപ്പ് പൊസിഷൻ കാനോട്ട് ബി ദി ഫോളോയിങ് അലൈൻമെൻറ്റ്. ഈ പറയുന്ന അലൈൻമെൻറ്റ് ടാബ് സ്റ്റോപ്പിലില്ല, പൊസിഷനിലില്ല. ഏതാണ് ഇല്ലാത്തത്? ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് ഇല്ല. വേറെ ഉള്ളത് ഡെസിമൽ അലൈൻമെൻറ്റ് ഉണ്ട്, സെൻട്രൽ അലൈൻമെൻറ്റ് ഉണ്ട്, ബാർ അലൈൻമെൻറ്റ് ഉണ്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എസെൻഷ്യൽ കമ്പോണൻസ് ടു പെർഫോം എ മെയിൽ മെർജ്. മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ കമ്പോണൻ്റ് ആണ്. അത് മെയിൽ മെർജ് പെർഫോം ചെയ്യാനുള്ള കുറേ ഓപ്പറേഷൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അതിലില്ലാത്ത ഏതാണ്? വേർഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഇല്ല. വേറെ എന്തൊക്കെ? മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ട്, ഡേറ്റാ സോഴ്സ് ഉണ്ട്, മെർജ് ഫീൽഡ്സ് ഉണ്ട്. ഇതെല്ലാം മെയിൽ മെർജിലുള്ള ഓപ്പറേഷൻ്റെ പേരുകളാണ്. ഇല്ലാത്തതാണ് വേർഡ് ഫീൽഡ്സ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഫീച്ചർ ഹെൽപ്സ് യു ടു ഇൻസേർട്ട് ദി കണ്ടൻസ് ഓഫ് ക്ലിപ്ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോമാറ്റിംഗ്. ഒരു ക്ലിപ്ബോർഡിലുള്ള ടെക്സ്റ്റിനെ ഒരു ഫോമാറ്റും ചെയ്യാതെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഫീച്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? പേസ്റ്റ് സ്പെഷ്യൽ ആണ്. പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിച്ചാൽ paste special is a feature helps you to insert the contents of the clipboard as text without any formatting. ടെസ്റ്റിൽ ഒരു ഫോമാറ്റും ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടൻസിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്വിച്ചിങ് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ്സ് ഇൻവോൾവ്സ് ദി. പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ്സ് എവിടെയാണുള്ളത്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രീഡിഫൈൻഡ് ഡിസൈൻ എലമെൻറ്റ്സ് ആൻഡ് കളർ സ്കീംസ്. ഏതാണ് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സും കളർ സ്കീമിനെ എന്ത് പറയുന്നത്? ടീംസ് എന്നാണ് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, അപ്പർ കേസ് ഓർ ചേഞ്ച് കേസ് ഡയലോഗ് ബോക്സ് ആൻഡ് ഓൾ ക്യാപ്സ് ഓൺ ഫോൺസ് ഡയലോഗ് ബോക്സ് ബോത്ത് കൺവേർട്ട് സെലക്ടഡ് ടെക്സ്റ്റ് ഇൻ ടു ക്യാപിറ്റൽ ലെറ്റേഴ്സ്. വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചേഞ്ച് കേസ് മേക്സ് കൺവേർഷൻ പെർമനൻറ്റ് ബട്ട് ഓൾ ക്യാപ്സ് ഓൺ ഫോണ്ട് ക്യാൻ ഓൾവേസ് ബി റിവേർട്ടഡ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ വരുന്നത് ബി ആണ്. എ ഫുൾ ഫീച്ചേർഡ് വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം
program that can be used to create and revise professional looking document easily. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഷുഡ് യു ഡു ഇഫ് യു റിക്വയർ ടു പേസ്റ്റ് ദി സെയിം ഫോമാറ്റ് ഇൻ മെനി പ്ലേസസ്? സെയിം ഫോമാറ്റ് തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ എന്താണ്? ഡബിൾ ക്ലിക്ക് ദി ഫോമാറ്റ് പെയിൻറ്റർ. ഫോമാറ്റ് പെയിൻറ്ററിൽ എന്ന ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത്, അതായത് മെനി പ്ലേസസിലല്ലേ, അപ്പോൾ അവിടെ എല്ലാം കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പം സെയിം ഫോമാറ്റിലുള്ളത് കാര്യങ്ങൾ തന്നെ പലയിടത്തായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വേഡ് ദ മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ എസ്. മെയിലിംഗ് ലിസ്റ്റിനെ എന്താണ് പറയുന്നത്? ഡേറ്റ സോഴ്സ് എന്നാണ് പറയുന്നത്. ഡേറ്റ സോഴ്സ് ആണ് മെയിലിംഗ് ലിസ്റ്റ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വേഡ് റിപ്പീറ്റഡ് വേർഡ്സ് ആർ സീൻ. റിപ്പീറ്റഡ് വേർഡ്സിനെ ഏതിലാണ് കാണുന്നത്? റിപ്പീറ്റഡ് വേർഡ്സ് സി ആണ് ആൻസർ. റെഡ് വേവി ലൈൻ അണ്ടർ ദി റിപ്പീറ്റഡ് വേർഡ്. റിപ്പീറ്റഡ് വേർഡിൻ്റെ അടിയിൽ ഒരു റെഡ് വേവി ലൈൻ വരും. ഗ്രാമർ മിസ്റ്റേക്ക് വരുമ്പോൾ എന്തുവാ? ഗ്രീൻ അണ്ടർലൈൻ വരും. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷൻ ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്. എന്താണ്? ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ ഏതാണ്? എന്താണ് ചെയ്യുന്നത്? കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. കട്ട് ആൻഡ് പേസ്റ്റ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. ടു റിമൂവ് ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ് ഫോർ റൂളർ. ഏതാണ്? ടാബ് സ്റ്റോപ്പിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രാഗ് ദി ടാബ് സ്റ്റോപ്പ് മാർക്കർ ഔട്ട് ഓഫ് ദി റൂളർ. അതായത് റൂളറിന് വെളിയിലോട്ട് ടാബ് സ്റ്റോപ്പ് മാർക്കറിനെ കൊണ്ടുവന്നാൽ മതി, അപ്പോഴത്തേക്ക് റിമൂവ് ആയി പോകും ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് ഈസ് നോട്ട് ലിസ്റ്റഡ് ഇൻ റൊട്ടേറ്റ്സ് ഓപ്ഷൻ. റൊട്ടേറ്റ് ഓപ്ഷൻ ഇല്ലാത്ത ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. 2ഉം 3ഉം ഏതൊക്കെയാണ്? റൊട്ടേറ്റ് ബൈ 45 ഡിഗ്രി റൈറ്റും പിന്നെ റൊട്ടേറ്റ് ബൈ 45 ഡിഗ്രി ലെഫ്റ്റും. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫയൽ എക്സ്റ്റൻഷൻ ഫോർ ഓൾ വേർഡ് ഡോക്യുമെൻറ്റ്. എന്താണ്? DOCX ആണ്. സി ആണ് ആൻസർ വരുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് കീ ടു മാനുവൽ ലൈൻ ബ്രേക്കിംഗ്? മാനുവൽ ലൈൻ ബ്രേക്കിങ്ങിലുള്ള ഷോർട്ട് കട്ട് കീ എന്താണ്? സൈമൾട്ടേനിയസ്ലി പ്രസ് ഷിഫ്റ്റ് ആൻഡ് എൻ്റർ. ഷിഫ്റ്റ് എൻ്ററും ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്തായും? മാനുവലായിട്ട് ലൈൻ ബ്രേക്ക് ഉണ്ടാവും. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ വർക്ക് ഷീറ്റ് ഇൻ ടു ദി വർക്ക് ബുക്ക്? അതായത് വർക്ക് ബുക്കിൽ പുതുതായിട്ടൊരു വർക്ക് ഷീറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ഷീറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ത് ഷോർട്ട് കട്ട് കീ ആണ്? ഓൾട്ട് വേണം. ഓൾട്ട് പ്ലസ് F1. ഓൾട്ടും ഷിഫ്റ്റ് F1. ഓൾട്ടും ഷിഫ്റ്റും F1ഉം കൂടെ പ്രസ് ചെയ്താൽ നമുക്ക് പുതുതായിട്ട് ഒരു വർക്ക് ഷീറ്റിനെ വർക്ക് ബുക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 22ാമത്തെ ക്വസ്റ്റ്യൻ. എക്സൽ ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ. എന്തിനു വേണ്ടിയാണ്? സ്പ്രെഡ്ഷീറ്റ്. എക്സൽ എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾ ഫോർമുലാസ് ഇൻ എക്സൽ ആൾവേസ് ബിഗിൻ. ഇങ്ങനെയാണ് എല്ലാ ഫോർമുലാസും ബിഗിൻ ചെയ്യുന്ന ഈക്വൽ സൈനിലാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് സേവ്ഡ് ഫയൽ ഇൻ MS Excel? ഇത് MS Excel 2007 എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് XLS എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കറക്റ്റായിട്ട് വരുന്നത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് റോസ് സപ്പോർട്ടഡ് ഇൻ MS Excel 2007 വർക്ക്ഷീറ്റ്? 2007 എത്രയാണ്? 10, 48, 526. അടുത്തത് 26. വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് കീ യൂസ് ഡിസ്പ്ലേസ് ദി പ്രിന്റ് പ്രിവ്യൂ വിൻഡോ ഇൻ MS Excel 2007? പ്രിന്റ് പ്രിവ്യൂ എന്തിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കൺട്രോൾ പ്ലസ് F2 ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് കീ ടു ഹൈലൈറ്റ് ദി എൻ്റയർ കോളം ഇൻ Excel 2007? എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്യാൻ, എൻ്റയർ കോളത്തെ ഹൈലൈറ്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ. കൺട്രോളും സ്പേസ് ബാറും പ്രസ് ചെയ്താൽ ഹൈലൈറ്റ് ചെയ്യും കോളംസ്. എൻ്റയർ കോളം ഹൈലൈറ്റ് ആവും. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഡിസ്പ്ലേ കറണ്ട് ഡേറ്റ് എക്സലിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ആക്കുന്നത്? നൗ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇനി 29. MS Excel ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? വിൻഡോസിനകത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഷോർട്ട് കട്ട് കീ ടു റീപ്ലേസ് എ ഡേറ്റ വിത്ത് അനദർ ഇൻ MS Excel 2007 ഷീറ്റ്? ഏതാണ് റീപ്ലേസിനുള്ളത്? കൺട്രോൾ പ്ലസ് H ആണ്. കൺട്രോൾ പ്ലസ് H എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ആണ്. റീപ്ലേസ് എ ഡേറ്റ വിത്ത് അനദർ ഇൻ MS Excel 2007 ഷീറ്റ്. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഷോർട്ട് കട്ട് കീ ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ കറണ്ട് പ്രസൻറ്റേഷൻ ഇൻ MS PowerPoint? കറണ്ട് പ്രസൻറ്റേഷനിൽ
പുതുതായിട്ടൊരു സ്ലൈഡിനെ ഇൻസേർട്ട് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? Ctrl+M ആണ്. Ctrl+M. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് മെനു യു ക്യാൻ ആക്സസ് പിക്ചർ, ടെക്സ്റ്റ് ബോക്സ്, ചാർട്ട്സ് എക്സെട്ര ഇൻ പവർ പോയിന്റ്. പവർ പോയിന്റിനകത്ത് ഏത് മെനുവിലാണ്, ഏത് ടാബിലാണ്? ഇൻസേർട്ട് ടാബിൽ നിന്നാണ് നമ്മൾ പിക്ചറും ടെക്സ്റ്റ് ബോക്സും ചാർട്ട്സും ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫയൽ ഫോമാറ്റ് ക്യാൻ ബി ആഡഡ് ടു എ പവർ പോയിന്റ് ഷോ? പവർ പോയിന്റ് ഷോയ്ക്കകത്ത്, സ്ലൈഡ് ഷോയ്ക്കകത്ത് വരുന്ന ആഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റ് ഏതൊക്കെയാണ്? ഇതെല്ലാം പറ്റും. JPG പറ്റും, GIF പറ്റും, WAV പറ്റും. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, MS പവർ പോയിന്റ് 2007 സ്പെഷ്യൽ എഫക്ട്സ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ ആർ കാൾഡ് ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ എഫക്റ്റ് യൂസ് ചെയ്യുന്ന സ്ലൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എഫക്ട്സ് എന്ന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ MS പവർ പോയിന്റ് 2007 വിച്ച് ടൂൾ എനേബിൾസ് യു ടു ആഡ് ടെക്സ്റ്റ് ടു എ സ്ലൈഡ് വിത്തൗട്ട് യൂസിങ് സ്റ്റാൻഡേർഡ് പ്ലേസ് ഹോൾഡേഴ്സ്? എന്താണ്? ടെക്സ്റ്റ് ടൂൾ ബോക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ MS പവർ പോയിന്റ് 2007 പ്രസൻറ്റേഷൻ ഡിസൈൻസ് റെഗുലേറ്റ് ദി ഫോമാറ്റിംഗ് ആൻഡ് ലേഔട്ട് ഫോർ ദി സ്ലൈഡ് ആൻഡ് ആർ കോമൺലി കാൾഡ് ടെംപ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. 37, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഡിഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ഫോർ സ്ലൈഡ്സ് ഇൻ MS പവർ പോയിന്റ് 2007? MS പവർ പോയിന്റിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള പേജ് സെറ്റപ്പ്, അതായത് പേജ് ഓറിയൻറ്റേഷൻ ഏതാണ്? ലാൻഡ്സ്കേപ്പ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS പവർ പോയിന്റ് 2007 വാട്ട് ആർ ദി സിംബൽസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഐറ്റംസ് ഇൻ എ ലിസ്റ്റ്? ഏതാണ്? ബുള്ളറ്റ്. ലിസ്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തിനാണ്? ബുള്ളറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ MS പവർ പോയിന്റ് 2007 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോമാറ്റ് ഓപ്ഷൻസ് ഷുഡ് ബി യൂസ്ഡ് ടു ഡിസ്പ്ലേ ഡോളേഴ്സ് ഓൺ ആൻ ആക്സിസ്? ഏതാണ്? കറൻസി ആണ് ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം സൂം പെർസെൻറ്റേജ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലെ മാക്സിമം സൂം പെർസെൻറ്റേജ് എത്രയാണ്? 400%. ഇത് വേഡ് ആകുമ്പോൾ 500% ആവും. ഇനി വിച്ച് എമംഗ് ദി ഫോളോയിങ് പാർട്സ് ഓഫ് ദി ടൈപ്പ് റൈറ്റർ നീഡ് ടു ബി ഓയിൽഡ് ഫോർ പ്രോപ്പർ മെയിൻ്റനൻസ്? പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓയിൽ ചേർക്കേണ്ടതുണ്ട് ടൈപ്പ് റൈറ്ററിലെ ചില ഭാഗങ്ങൾ. ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് ഓയിൽ ചേർക്കേണ്ട ഭാഗങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാരേജ് റെയിലിനകത്ത് ഓയിൽ ഇടണം. പിന്നെ റാച്ചറ്റ് വീലിലും നമ്മൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ നടക്കണമെങ്കിൽ നമ്മളിതിൽ ഓയിൽ ഇടേണ്ട ആവശ്യമുണ്ട്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പേപ്പർ സൈഡ് ഗൈഡ് ഈസ് യൂസ്ഡ്. പേപ്പർ സൈഡ് ഗൈഡ് എന്തിനു വേണ്ടിയാണ്? ഗെറ്റിംഗ് യൂണിഫോം മാർജിൻസ് ടു ഓൾ പേപ്പേഴ്സ് ഇൻസേർട്ടഡ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പേപ്പേഴ്സിന് എല്ലാം യൂണിഫോം ആയിട്ടുള്ള മാർജിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? പേപ്പർ ഗൈഡ് ഉപയോഗിക്കുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ദി മെയിൻ സ്പ്രിംഗ് ഇൻ എ ടൈപ്പ് റൈറ്റർ. മെയിൻ സ്പ്രിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വൺ ഓൺലിയാണ്, അതായത് മൂവ്മെൻറ്റ് ഓഫ് ദി ക്യാരേജിനെ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ റോമൻ ന്യൂമറൽ ഫോർ 500 and 1000. 500 എന്താണ് ഉപയോഗിക്കുന്നത്? D ആണ് 500-ന്. പിന്നെ M എന്തിനാണ് ഉപയോഗിക്കുന്നത്? 1000-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ 45, ഗൈഡ് കീസ് ഇൻ എ ടൈപ്പ് റൈറ്റർ ആർ. ടൈപ്പ് റൈറ്ററിലെ ഗൈഡ് കീസ് ഏതൊക്കെയാണ്? അതായത് സെമിക്കോളനും എയുമാണ് ഗൈഡ് കീസ്. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദി ലൈൻ സ്പേസ് ലിവർ. ലൈൻ സ്പേസ് ലിവറുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇതിനകത്ത് രണ്ടും ബന്ധമുള്ളവയാണ്, അതുകൊണ്ട് ആൻസർ വരുന്നത് D ആണ്, നൺ ഓഫ് ദി എബോവ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ബ്രിങ്സ് ദി ക്യാരേജ് ബാക്ക് ടു ദി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു ക്യാരേജിനെ, അത് കറക്റ്റാണ്. ഇറ്റ് ടേക്സ് ടു ദി നെക്സ്റ്റ് ലൈൻ, അടുത്ത ലൈനിലോട്ട് ക്യാരേജിനെ കൊണ്ടുപോകുന്നു. ഇത് രണ്ടും ലൈൻ സ്പേസ് ലിവറിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ 47ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ആർ നോട്ട് ട്രൂ അബൌട്ട് DO ലെറ്റർ, അതായത് ഡമ്മി ഒഫീഷ്യൽ ലെറ്ററുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്? ഇതിനകത്ത് സല്യൂട്ടേഷൻ ഈ സാസ് എന്ന് പറയുന്നത് അത് ഡമ്മി ഒഫീഷ്യലുമായിട്ട് ബന്ധമില്ലാത്തതാണ്, അതുകൊണ്ട് ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ സാസ് വരുന്നത് എവിടെയാണ്?
ബിസിനസ് ലെറ്റേഴ്സിലൊക്കെയാണ് സാസ് വരുന്നത്. ഇനി വരുന്ന ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ ടു അഡ്രസ് ഈസ് ടൈപ്ഡ് ഓൺ ദി ബോട്ടം ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ലെറ്റർ. ലെറ്ററിലെ ബോട്ടം ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ദി ടു അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ട ഭാഗമാണ് ബോട്ടം ലെഫ്റ്റ് സൈഡിൽ. ഇനി ദ കോംപ്ലിമെൻ്ററി ക്ലോസ് ഏതാണ്? സിൻസിയർലി ആണ് വരേണ്ടത്. യുവേഴ്സ് സിൻസിയർലി ആണ് കോംപ്ലിമെൻ്ററി ക്ലോസ് വരേണ്ടത്. 48ാമത്തെ ക്വസ്റ്റ്യൻ, ബൈക്രോം ഈസ് ദി നെയിം കണക്റ്റഡ് വിത്ത്. ബൈക്രോം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ്? റിബണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി 49, ദ പേപ്പർ സൈസ് ഫോർ A4 ആൻഡ് ലീഗൽ. A4ൻ്റെ ലീഗലിൻ്റെ പേപ്പർ സൈസ് എന്താണ് എന്നാണ് ചോദ്യം. ഇതിനകത്ത് A4ൻ്റെ വരുന്നത് 8.25 × 11.69 മറ്റേ ലീഗലിൻ്റെ വരുന്നത് 7.17 × 10.12. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദി ലെറ്റർ എച്ച് ആൻഡ് ജെ. എച്ചും ജെയും ടൈപ്പ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? അതായത് രണ്ടും ടൈപ്പ് ചെയ്യാൻ എന്താണ്? റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ്. റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ അതായത് വലത്തെ കയ്യിലെ ചൂണ്ടുവിരൽ അതാണ് ഉപയോഗിക്കുന്നത്. ഇനി 51 തൊട്ടുള്ള 20 ക്വസ്റ്റ്യൻ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ടുള്ള 82ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി മെയിൻ പില്ലേഴ്സ് ഓഫ് നമാമി ഗംഗ പ്രോഗ്രാം. നമാമി ഗംഗ പ്രോഗ്രാം എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ പില്ലേഴ്സ് ഏതൊക്കെയാണ്? ഓൾ ഓഫ് ദി അബോവ് ആണ്. ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, അഫോറസ്റ്റേഷൻ ഉണ്ട്, റിവർ സർഫേസ് ക്ലീനിങ് ഉണ്ട്. ഇത്രയാണ് വരുന്നത്. അടുത്ത 83ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? 1, 3, 2 കറക്റ്റ് ആയിട്ടുള്ളത്. ദ യമുന ദ ലോങ്ങസ്റ്റ് ട്രൈബ്യൂട്ടറി ഓഫ് ഗംഗ. ഗംഗയുടെ ഏറ്റവും വലിയ ട്രൈബ്യൂട്ടറി ഏതാണ്? യമുനയാണ്. ദ മഹാനന്ദ ഈസ് എ ട്രൈബ്യൂട്ടറി ഓഫ് ഗംഗ. ഗംഗയുടെ ഒരു ട്രൈബ്യൂട്ടറിയാണ് മഹാനന്ദ എന്ന് പറയുന്നത്. അടുത്ത 84ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഓഫ് സോയിൽ. സോയിലിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് പറയുന്നത് 1, 3 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1, അലൂവിയൽ സോയിൽ ആർ വൈഡ് സ്പ്രെഡ് ഇൻ ദി നോർത്തേൺ പ്ലെയിൻസ് ആൻഡ് റിവർ വാലീസ്. റിവർ വാലീസിലും നോർത്തേൺ പ്ലെയിൻസിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള സോയിലാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് സോയിൽസ് കവേഴ്സ് മോസ്റ്റ് ഓഫ് ഡെക്കാൻ പ്ലേറ്റോ ഏരിയയിൽ കാണപ്പെടുന്നതാണ് ബ്ലാക്ക് സോയിൽ. അതുകൊണ്ട് 1, 3 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത 85ാമത്തെ ക്വസ്റ്റ്യൻ, എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ ട്രൂ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 2, 3 രണ്ടാമത്തേത്, പി സി മഹലനോബിസ് എസ്റ്റാബ്ലിഷ് ദി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? പി സി മഹലനോബിസ് ആണ്. പി സി മഹലനോബിസ് സ്റ്റാർട്ടഡ് എ ജേർണൽ. അദ്ദേഹത്തിൻ്റെ ജേർണലിൻ്റെ പേരെന്താണ്? സാഖ്യ എന്ന് പറയുന്ന ജേർണലാണ് പി സി മഹലനോബിസിൻ്റെ. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ആർ കറക്റ്റ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? 1, 2 കറക്റ്റ് ആയിട്ടുള്ള. ഒന്നാമത്തേത് എന്ത്? എ ഫാൾ ഇൻ ദി എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് റെഡ്യൂസ് ദി വാല്യൂ ഓഫ് എ കറൻസി ഇൻ ടേം ഓഫ് അതർ കറൻസീസ് ഈസ് കാൾഡ് ഡീവാലുവേഷൻ. അടുത്ത, എ സസ്റ്റെയിൻഡ് റൈസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ ഈസ് കാൾഡ് ഇൻഫ്ലേഷൻ. 2 ആൻസർ വരുന്നത്. 87ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫ്രം ദി ഫോളോയിങ്. ഇതിനകത്തുനിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക. 1, 2 കറക്റ്റ്. വൈകുണ്ഠസ്വാമികൾ വാസ് ദി ഫസ്റ്റ് ടു മേക്ക് ദി കോൺസെക്രേഷൻ, അതായത് കണ്ണാടി പ്രതിഷ്ഠ ഇൻ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ച ആരാണ്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അത് കറക്റ്റാണ്. ദ ഫേമസ് സേയിങ് ഓഫ് ശ്രീനാരായണ ഗുരു വാസ് 1 കാസ്റ്റ് 1 റിലീജിയൻ ആൻഡ് 1 ഗോഡ് ഫോർ മാൻ. ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ ലിസ്റ്റ് ഓഫ് സിവിൽ റൈറ്റ്സ് ഇൻ മൂവ്മെൻറ്റ്സ് ഈസ് ഗിവൺ ബിലോ, ചൂസ് ദി കറക്റ്റ് മാച്ച്. ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ഏതൊക്കെയാണെന്ന് പറയണം. ഗുരുവായൂർ സത്യാഗ്രഹം,
മന്നത്ത് പത്മനാഭൻ, അത് യോജിച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളെ പേരാണ് പാലിയം. ഇനി കല്ലുമാല അജിറ്റേഷൻ അയ്യങ്കാളി, 1ഉം 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അത് 89. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ആർ കറക്റ്റ്? 1ഉം 3ഉമാണ് കറക്റ്റ്. 1ഉം 3ഉം പൂർണ്ണ സ്വരാജ് അക്സെപ്റ്റഡ് ആസ് കോൺഗ്രസ് ഗോൾ ആസ് ലാഹോർ കോൺഗ്രസ്. പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്ത ലാഹോർ കോൺഗ്രസ് നടന്നപ്പോഴാണ്. അടുത്തത് ജിന്ന കാൾസ് ദി ഡയറക്റ്റ് ആക്ഷൻ ഡേ ടു പ്രസ് ദി മുസ്ലിം ലീഗ് ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ. അതും കറക്റ്റാണ്. അത് 90ാമത്തെ ക്വസ്റ്റ്യനാണ്. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഇതിനകത്ത് എല്ലാം തന്നെ കറക്റ്റാണ്. കോൺഗ്രസ് ഫോംസ് ഇന്ററിം ഗവൺമെൻറ് വിത്ത് നെഹ്റു ആൻഡ് ദി വൈസ് പ്രസിഡന്റ്. ക്യാബിനറ്റ് മിഷൻ പ്രസൻസ് സ്കീം ഫോർ ദി ഫോർമേഷൻ ഓഫ് ആൻ ഇന്ററിം ഗവൺമെൻറ് അറ്റ് ദി സെൻറ്റർ. ജിന്ന ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് പാകിസ്ഥാൻ. ഇത്രയും കറക്റ്റാണ്. 91ാമത്തെ 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇഡിയം ടു ഹോൾ ഓവർ ദി കോൾ മീൻസ് എന്താണ്? ടു സ്പീക്ക് ആംഗ്രിലി. സ്പീക്ക് ആംഗ്രിലി ആണ് ടു ഹോൾ ഓവർ ദി കോൾസിൻ്റെ മീനിങ്. ഡോണ്ട് ബി ലേറ്റ്, ആൻസർ വിൽ യു. ക്വസ്റ്റ്യൻ ടാഗ് കറക്റ്റ് ആക്കാനാണ്. 94. ഫൈൻഡ് ദി കറക്റ്റ് സ്പെൽഡ് വേർഡ്. ആൻസർ വരുന്നത് ഡി ആണ്. 95. ചൂസ് ദി കറക്റ്റ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് അറ്റൻഷൻ. സൈനോസർ. കൺവേർട്ട് ഇൻറ്റു പാസീവ് വോയിസ്. ലെറ്റ് ഹിം ട്രൈ ദിസ്. ലെറ്റ് ദിസ് ബി ട്രൈഡ് ബൈ ഹിം. അഡോളസെൻറ്റ് ഈസ്ലി ഡാഷ് പീർ പ്രഷർ. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഫ്രേസൽ verb ഫ്രം ബിലോ ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. സക്കം ടു. 98ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ദ ജൂറി വെയർ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദി ഫിലിം സെലക്ടഡ് ഫോർ ദി അവാർഡ്. 99. ദ ഡയറക്ടർ ആസ് വെൽ as ദി സ്റ്റാഫ് ഡാഷ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദി ന്യൂ പ്രോജക്റ്റ്. വാസ് ആണ്. ദ ഡയറക്ടർ ആസ് വെൽ as ദി സ്റ്റാഫ്. 100. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് sine qua non? A thing that is absolutely essential.